എന്തല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഔട്ട്ഡോർ കണ്ടന്റ് അല്ല. ഇതിൻ്റെ ഇൻട്രോ ഞാൻ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇന്ന് വേറൊരു ആവശ്യത്തിന് പുറത്തിറങ്ങിയാണ്, ഒരു മറ്റൊരു വർക്കിൻ്റെ കാര്യത്തിന് ഇറങ്ങിയാണ്. അപ്പോൾ ഇൻട്രോ പുറത്തുനിന്ന് എടുക്കാമെന്ന് വെച്ചു. എന്തായാലും കണ്ടന്റ് ഇൻഡോറിൽ എടുക്കേണ്ട അവസ്ഥയായിരുന്നു. കൊറോണ കാരണം അന്നേരം ഷൂട്ട് ചെയ്ത് ഇൻഡോറിൽ എടുക്കാൻ പറ്റുന്നൊരു കണ്ടന്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ റൈഡിങ് ഗിയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ മെയിനായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ റൈഡിങ് ഗിയേഴ്സ് ഇല്ലാണ്ട് ഓടിക്കുന്നത് മരണത്തിന് തുല്യമാണെന്നാണ് ഞാൻ പറയും, അനുഭവം ഗുരു. പിന്നെ അപ്പോൾ ഇതിപ്പോൾ കൊറോണ സമയത്താണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻഡോറിൽ നമുക്ക് ഇത് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. പോരായ്മയൊക്കെ, ലൈറ്റിങ്സിൻ്റെ കുറവും പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ അപ്പോൾ വീഡിയോയിൽ മെയിനായിട്ട് വരുന്നത്, ഇപ്പം നമ്മൾ റൈഡിങ് ഗിയേഴ്സ് എന്ന് പറയുമ്പം ജാക്കറ്റ് ഉണ്ട്, റൈഡിങ് പാൻ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ റൈഡിങ് ഗ്ലൗസ് ഉണ്ട്, പിന്നെ ബൂട്ട്സ്. ബൂട്ട്സ് എല്ലാവർക്കും പറ്റുന്ന സാധനമല്ല. അത് വേറെ പല വീഡിയോസ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത്, യൂസ് ചെയ്യുന്നവർ പറയുന്നത് കംഫർട്ട് പോലെ, അതായത് മേടിക്കുവാണെങ്കിൽ നല്ലത് മേടിച്ചാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ 2-3 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് കളയേണ്ടി വരും. ഷോ ഓഫിന് വേണ്ടിയിട്ട് റൈഡിങ് ഗിയേഴ്സ് ഒരിക്കലും മേടിക്കരുത്. അതിൻ്റെ പർപ്പസ് അറിഞ്ഞ് അത് നമുക്ക് പറ്റിയതാണോ അറിഞ്ഞിട്ട് മാത്രമേ റൈഡിങ് ഗിയേഴ്സ് മേടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ റൈഡിങ് ഗിയർ ഞാൻ മേടിച്ചത് ഒരു റൈഡിങ് ജാക്കറ്റാണ്. ആ റൈഡിങ് ജാക്കറ്റ് ഞാൻ മേടിച്ചത് ഇന്ത്യയിൽ ഇപ്പോൾ അത്യാവശ്യം അഫോർഡബിളും പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ കിട്ടുന്ന, അതായത് ഞാൻ മറ്റ് കമ്പനികളും മോശമെന്നല്ല, എനിക്ക് ആക്സസിബിൾ ആയിരുന്ന ഒരു കമ്പനി ഞാൻ ചൂസ് ചെയ്തത് റൈനോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ സ്റ്റെൽത്ത് ഇവോ 3 ജാക്കറ്റാണ് ഞാൻ മേടിച്ചത്. അന്ന് ഞാൻ മേടിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12,000+ ആയിരുന്നു ഞാൻ മേടിക്കുമ്പോൾ. ഞാനിപ്പം മേടിച്ചിട്ട് 1 ഇയറിന് മുകളിലായി അത് മേടിച്ചത്. അപ്പോൾ ഞാനത് എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടത്, എനിക്ക് ചെസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് ഉള്ള ജാക്കറ്റ് എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ചീപ്പറായ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. റൈഡേൻ്റെത് അതിന് വലിയ എമൗണ്ടും വരില്ല, 7,000 ആ റേഞ്ചിലാണ്. പിന്നെ ഇതൊന്നും ചെറിയ എമൗണ്ട് അല്ല എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ റൈഡിങ് ഗിയേഴ്സിൻ്റെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ പ്രൊട്ടക്ഷനെ വെച്ച് നോക്കുമ്പോഴും അതൊരു വലിയ റേറ്റ് അല്ല. ഞാൻ എന്നാലും സാധാരണക്കാരന് അഫോർഡ് വേണമെന്ന് വെച്ചൊരു വണ്ടി മേടിക്കുന്ന ആൾക്ക് ഇതിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യം കാണിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ ജാക്കറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ മോഡൽ സ്റ്റെൽത്ത് ഇവോ 3 ജാക്കറ്റാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മേടിക്കാനുള്ള കാരണം, ഒന്ന് ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതായിരുന്നു. പിന്നെ ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ജാക്കറ്റ്സ് ആണ് മോസ്റ്റ്ലി കോമൺ ആയിട്ട് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് എടുക്കുക വെച്ച് ഞാൻ അത് തന്നെ എടുക്കുക ചെയ്തത്. ബാക്കി ഉള്ളതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ചെസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് ഉള്ളതിൽ ഏറ്റവും മിനിമം റേറ്റിൽ എനിക്ക് തോന്നിയത് ഈ ജാക്കറ്റാണ്. അപ്പം ഞാൻ ഇത് തന്നെ എടുത്തു. അപ്പോൾ അതിന് വെച്ചാൽ CE Level 2 സർട്ടിഫൈഡ് ഷോൾഡർ ആൻഡ് എൽബോ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ CE2 Level 2 ബാക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ വേറെ ഉള്ളത് C1 സർട്ടിഫൈഡ് ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഈ ചെസ്റ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ജാക്കറ്റ്സിലും അത് വെക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമുക്ക് ഈ പ്രൊട്ടക്ഷൻ മാത്രം മാറ്റി അല്ലെങ്കിൽ മേടിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അത് ഓരോ കമ്പനിക്ക് ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് C1 നമുക്ക് C2ലേക്ക് മാറ്റാം. ഈ പ്രൊട്ടക്ഷൻ ലെവൽ എനിക്ക് മനസ്സിലായിടത്തോളം C1 ഉണ്ട്, C2 ഉണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ജാക്കറ്റിൻ്റെ മെയിൻ മെറ്റീരിയൽ 600D PU കോട്ടഡ് ആയ ഒരു പോളിസ്റ്റർ മെറ്റീരിയലിന് ആക്കിയത്. പിന്നെ ഇതിൻ്റെ സ്ട്രെച്ചബിൾ പാർട്സ് ഒക്കെ, അതായത് നമ്മുടെ എൽബോൻ്റെതും പിന്നെ ജാക്കറ്റ്സിൻ്റെ മൂവിങ്, അതായത് നമ്മൾ മൂവ് ചെയ്യാൻ, വണ്ടി ഓടിക്കാൻ നേരത്ത് മൂവ് ചെയ്യുന്ന പാർട്സിനെയൊക്കെ ഉപയോഗിച്ചേക്കുന്നത് 600D സ്ട്രെച്ച് പോളിസ്റ്റർ തന്നെയാണ്. പിന്നെ അതിനെ അവർ വിളിച്ചേക്കുന്നത് അക്കോർഡിംഗ് സ്ട്രെച്ച് എന്നൊക്കെയാണ്. പിന്നെ അതിൽ റിഫ്ലക്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റെട്രോ റിഫ്ലക്റ്റീവ്സ് ആണ് അവരതിനെ നെയിം ചെയ്തേക്കുന്നത്, റിഫ്ലക്റ്റേഴ്സ്. അതായത് രാത്രി ബ്ലൈൻഡഡ് ആവേണ്ട, അതായത് ബ്ലൈൻഡ് സ്പോട്ടിലാവാതിരിക്കാൻ വേണ്ടി റിഫ്ലക്റ്റേഴ്സ് ഒക്കെ ഉള്ള ജാക്കറ്റാണ് അത്. പിന്നെ ഈ പറഞ്ഞ ജാക്കറ്റ് സമ്മർ റെഡിയാണ്, മൺസൂൺ റെഡിയാണ്, പിന്നെ വിൻ്റർ റെഡിയാണ്.
ഉള്ളിൽ ലൈനേഴ്സ് ഉണ്ട്, വിന്ററിലൊക്കെ യൂസ് ചെയ്യാൻ, വിന്റർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ. പിന്നെ കൂടെ ഒരു എക്സ്ട്രാ, അത് വാട്ടർ പ്രൂഫ് ആണ് താനും, അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു റെയിൻ കവർ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ അതായത് ജാക്കറ്റിന്റെ റെയിനിന് എക്സ്ട്രീം റെയിൻ കണ്ടീഷൻസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റെയിൻ കവറും അതിന്റെ കൂടെ ജാക്കറ്റിന്റെ കൂടെ കിട്ടുന്നുണ്ട്. അതിനുള്ള പൗച്ചും ആ ജാക്കറ്റിന്റെ ഉള്ള. പിന്നെ ഈ ജാക്കറ്റിന്റെ മറ്റൊരു സ്പെസിഫിക്കേഷൻ ആയി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഓൺ ഫ്ലൈ തന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ പുറത്ത് വെക്കാനും ഇതൊക്കെ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഡ്രൈ കോർ വാട്ടർ പ്രൂഫ് പോക്കറ്റ് ആണ്. അതായത് ഫുള്ളി സീൽഡ് ആയ വാട്ടർ പോക്കറ്റ് ഇതിനുണ്ട്. അപ്പോൾ ആ പോക്കറ്റ് നമ്മുടെ ജാക്കറ്റിന്റെ ഉള്ളിലാണ് ഉള്ളത്. അതായത് നമ്മുടെ ഇപ്പം സാധാ ജാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലൊരു ഇന്റേണൽ ചേംബറിൽ ഒരു പോക്കറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഇതിലും പോക്കറ്റ്സ് അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ജാക്കറ്റിൽ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ, ഒരുപാട് നമ്മുടെ ഫിറ്റിങ്സ് കറക്റ്റ്, ഒരു ജാക്കറ്റും റൈഡിങ് ജാക്കറ്റ്സും പ്രോപ്പർ ഫിറ്റിങ്സിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇതിന്റെ ഇടയ്ക്കുള്ള കമ്പനി നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സൈസിൽ തന്നെ നമ്മൾ റൈഡിങ് ഗിയേഴ്സ് എടുക്കണം. അല്ലെങ്കിൽ അതിനെ കൊണ്ടൊരു കാര്യം ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കത് ഈ ലോങ് റൈഡിനൊക്കെ പോകുമ്പോൾ വളരെ അൺകംഫർട്ടബിൾ ആയ ഒരു ഫീൽ ആയിരിക്കും നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ നമുക്ക് അത് അങ്ങനെ വരാതിരിക്കാൻ ചെറിയ ചെറിയ ലൂസും ചെറിയ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിറ്റ്മെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റ്മെന്റ് മോഡുലേറ്റേഴ്സ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ സ്ട്രാപ്സ് അത് ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനും, പിന്നെ ബട്ടൺസും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഇവിടെയും. പിന്നെ സമ്മർ സീസണിൽ റൈഡ് ചെയ്യുമ്പോൾ ഇതിൽ വെന്റിലേറ്റഡ് ആണ് നമ്മുടെ ഈ ജാക്കറ്റ് എന്ന് പറയുന്നത്. വെന്റിലേറ്റഡ് ആണ്. അപ്പം വെന്റിലേഷൻസ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സിപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഈ ജാക്കറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ, ഫുൾ ബ്ലാക്കിൽ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഒരു തരം ഗ്രേഷ് കളറിലാണ്. പിന്നെ റെഡും റിഫ്ലക്ട് ചെയ്യും. ഞാൻ നൈറ്റിൽ നമ്മൾ ഓടിക്കുമ്പോൾ അധികം അത് നോക്കാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു റെഡ് കളർ സ്ട്രൈപ്സും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായി തോന്നിയെന്ന് വെച്ചാൽ, വെന്റിലേറ്റേഴ്സിന്റെ കളർ ഓറഞ്ച് ആണ്. ഇത് വെന്റിലേറ്റേഴ്സ് തുറക്കുമ്പോൾ ഇങ്ങനെ ഓറഞ്ച് ഒരു കളറിലാണ് അത് കാണുന്നത്. ഇതിലെ വെന്റിലേറ്റേഴ്സ് നമുക്ക് കാണുന്നത് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ടയേർഡ് ആക്കുന്ന രീതിയിലൊന്നുമില്ല. പിന്നെ നമ്മുടെ കോളറിന്റെ അവിടെയൊക്കെ ഉള്ള മെറ്റീരിയൽസ് കുറച്ച് സ്മൂത്തും കംഫർട്ടബിളും ആയ മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണയേക്കാളും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസ്, കുറച്ചും കൂടി നമ്മുടെ കംഫർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ അതായത് നമ്മുടെ കൈയിന്റെ എൻഡിൽ, അതായത് ഗ്ലൗസ് ഇടുന്നതിന്റെ അവിടെ ടൈറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും പിന്നെ കഴുത്തിന്റെ അവിടെയൊക്കെയാണ് ഞാൻ ആ മെറ്റീരിയൽസ് ശ്രദ്ധിച്ചിരിക്കുന്നത്. പിന്നെ ജാക്കറ്റിന്റെ താഴെ, അതായത് റൈഡിങ് പാൻസ് ഉള്ളവർക്ക് അത് കണക്ട് ചെയ്യാനുള്ള കണക്റ്റിംഗ് സിബ് കൊടുത്തിട്ടുണ്ട്. ജാക്കറ്റും പാൻറ്റും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ റൈഡിങ് ഗിയർ ആണ് റൈഡിങ് പാൻസ്. അപ്പോൾ റൈഡിങ് പാൻസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഏറ്റവും സേഫ്, അതായത് ചാൻസസ് എടുക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് റൈഡേഴ്സ് ആണ് നമ്മൾ മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ടൂ വീലർ ഏതാവട്ടെ. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇപ്പോൾ അങ്ങനെ ഒരു എയർ ബാഗ് വരെ ഉള്ള ഒരു വണ്ടി കിട്ടണം എന്നുള്ളത് അങ്ങ് ഗോൾഡ് വിങ്ങിലൊക്കെയാണ് ഹോണ്ടേൻ്റെത്. അപ്പോൾ അതെല്ലാവർക്കും അഫോർഡ്, അത് എത്രത്തോളം പ്രൊട്ടക്ഷൻ തരുന്നു, എന്നാലും അത് എത്രത്തോളം പ്രൊട്ടക്ഷൻ തരുന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാനില്ല. നമുക്ക് ചാൻസസ് എടുക്കാൻ പറ്റുന്ന, അതായത് നമുക്കൊരു ചെറിയ ചാൻസസ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് നമ്മൾ റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈഡിങ് പാൻറ്റിൽ ഞാൻ മേടിച്ചത് ഇതിന്റെ തന്നെ, അതായത് ഞാൻ മേടിച്ച സ്റ്റെൽത്ത് ഇവോ 3 ജാക്കറ്റിന്റെ പെയറായി വരുന്ന റൈഡിങ് പാൻറ്റാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ സ്റ്റെൽത്ത് ഇവോ പാൻറ് എന്നാണ് അതിന്റെ കമ്പനി അതിന് യൂസ് ചെയ്യുന്ന, റൈനോക്സിന്റെ തന്നെ പാൻറ്റാണ്. ഞാൻ അത് എടുത്തത് എന്താ വെച്ചാൽ, ഞാൻ അതിലധികം സ്പെസിഫിക്കേഷൻസ് നോക്കിയില്ല. എന്താ വെച്ചാൽ ഇതിന് കറക്റ്റായിട്ട് രണ്ടിനും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു മോഡലായിരുന്നു അത്. അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ കമ്പനീന്റെ അന്നേരം അഡ്വെന്റോ ഇപ്പം പുതിയ പാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ വെച്ചു. അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാന്ന് വെച്ചാൽ, CE ലെവൽ 1 സർട്ടിഫൈഡ് നീ ആൻഡ് ലെഗ് പ്രൊട്ടക്ഷൻ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ CE ലെവൽ 1 ഹിപ്പ് പ്രൊട്ടക്ഷനും അതിനുണ്ട്. പിന്നെ അതിലുള്ളത് പിന്നെ പാൻറ്റും ജാക്കറ്റും കണക്ട് ചെയ്യുന്ന സിപ്പേഴ്സ് അതിന് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജാക്കറ്റും പാൻറ്റും കണക്ട് ചെയ്യുന്ന സിപ്പേഴ്സ്, അതായത് രണ്ടും ഇന്റർലിങ്ക് ചെയ്യുന്ന സിപ്പേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ വരുന്ന നീ പ്രൊട്ടക്ടേഴ്സ്
അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പർ പൊസിഷനിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ നീ പ്രൊട്ടക്ടേഴ്സ് കൊടുത്തേക്കുന്നത്. അത് വെൽക്രോം വെച്ചാണ് നമ്മൾ അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മുടെ ഹൈറ്റിന്, അതായത് ഇപ്പൊ ഹൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് അത് പുറത്തു വിടുന്നത്. അതിപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. അപ്പോൾ അതിന് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു പാന്റിലുണ്ട്. പിന്നെ ജാക്കറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പാൻസ് സമ്മർ റെഡിയാണ്, മൺസൂൺ റെഡിയാണ്, വിന്റർ റെഡിയാണ്. അപ്പൊ ഈ പാന്റിലും ഉണ്ട് നമുക്ക് എന്താണ് വിന്റർ ലൈനേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ ജാക്കറ്റിൽ പറഞ്ഞ വാട്ടർ പ്രൂഫ് ആണെങ്കിലും അതിന്റെ പുറത്തുള്ള മെറ്റീരിയൽ എക്സ്ട്രീം റെയിൻ കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ എക്സ്റ്റേണൽ റെയിൻ ലൈനേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പം എപ്പോഴും നമുക്ക് ബാഗിൽ ഇടണം എന്നില്ല, അങ്ങനത്തെ അൺകംഫർട്ടബിൾ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ജാക്കറ്റിന്റെ പുറകിൽ ഒരു ചെറിയ പൗച്ച് ഉണ്ട്, അതായത് നമ്മളെ ഒട്ടും അണ്ണോയ് ചെയ്യാത്ത രീതിയിൽ ഉള്ള പൗച്ച്. ആ പൗച്ചിൽ വെക്കുക. അതാവുമ്പോൾ എനിക്ക് സാഡിലിങ്ങിന്റെ സമയത്ത് ചെറിയൊരു സപ്പോർട്ടായിട്ട് ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. അത് അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു കുഷനിങ് ഫീലാണ്. ഞാൻ അവിടെയാണ് എൻ്റെ അത് ഈ കാണിച്ച സ്ഥലത്താണ് ഉള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റൈഡിങ് ഗിയർ ആണ്, റൈഡിങ് ഗ്ലൗസ്. അതിപ്പോൾ പല ടൈപ്പ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചില റൈഡിങ് ഗ്ലൗസ് സിറ്റി ഓറിയന്റഡ് ആയിരിക്കും, ചിലത് ട്രാക്ക് ഓറിയന്റഡ് ആയിരിക്കും, ചിലത് ടൂറിംഗ് ഓറിയന്റഡ് ആയിരിക്കും, പിന്നെ ചിലത് അങ്ങനെ പല ടൈപ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിപ്പോൾ സിറ്റി ഗ്ലൗസ് ആണെങ്കിൽ അധികം നമ്മുടെ കയ്യിൽ ലെങ്ത് വരുന്നില്ല. അതിപ്പം ഫുൾ ഗാലനറ്റ് ഗ്ലൗസ് ഉണ്ട്, പിന്നെ സെമി ഫുൾ ഗാലനറ്റ് ഗ്ലൗസ് ഉണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള ഗ്ലൗസുകളുണ്ട്. ആ നോർമൽ ഗ്ലൗസിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിറ്റി ഗ്ലൗസും ഉണ്ട്, പിന്നെ മറ്റ് പ്രോപ്പറായ പർപ്പസസിന് യൂസ് ചെയ്യുന്ന ഗ്ലൗസും ഉണ്ട്. ട്രാക്ക് ഞാൻ മെയിൻലി കണ്ടിട്ടുണ്ട് ഫുൾ ഗാലനറ്റ് ഗ്ലൗസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്നോ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ കാണിക്കുന്നത് ക്രാംസ്റ്ററിന്റെ ഒരു ഗ്ലൗസ് ആണ്. ഇതും ഞാൻ സൈസസ് നോക്കിയിട്ട് ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കറക്റ്റ് ഫിറ്റിംഗ് നോക്കിയിട്ട് വേണം റൈഡിങ് ഗിയേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ. പ്രോപ്പർ സൈസിലല്ല എടുത്തെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് റൈഡിന്റെ സമയത്ത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ റൈഡിങ് ഗ്ലൗസ് ഒക്കെ നമ്മൾ കഴിയുന്നതും റൈഡിങ് ഗ്ലൗസ് മാത്രമല്ല എല്ലാ റൈഡിങ് ഗിയേഴ്സും നമ്മൾ നേരിട്ട് ചെന്ന് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് എന്താണ് അതൊരു റിസ്ക് ആണ്, അതായത് വന്നെടുക്കുന്നത്. അപ്പൊ അതൊക്കെ പ്രശ്നമാകും. കഴിയെങ്കിൽ നേരിട്ട് പോയി മേടിക്കാൻ ശ്രമിക്കാം. ഇതൊരു ലെതർ ഗ്ലൗസ് ആണ്, പിന്നെ ക്രാംസ്റ്ററിന്റെ. ഞാൻ ഈ ഗ്ലൗസ് എടുക്കാൻ കാരണം ഞാൻ ഇപ്പോൾ സ്ട്രൽബ്രോന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൽ സജസ്റ്റ് ചെയ്ത 1-2 ബ്രാൻഡ്സിൽ ഒന്നാണ് ഇത്. അപ്പൊ എനിക്ക് അന്ന് ഞാൻ ആദ്യം ടൂറിങ്ങിന്റെ സമയത്ത് ഫുൾ ഗാലനറ്റ് ഗ്ലൗസ് എടുക്കണം. എൻ്റെ കയ്യിൽ ഒരു ഓർഡിനറി സിറ്റി ഗ്ലൗസ് ഉണ്ട്. അതെല്ലാവരും അവരുടെ റൈഡിങ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ആദ്യകാലത്ത് പ്രോ ബൈക്കറിന്റെയും KTM ഒക്കെ റെപ്ലിക്ക ഗ്ലൗസസ് ഒക്കെ അങ്ങനെ തന്നെയാണ് ഞാനും മേടിച്ചത്. അതാണ് ഞാൻ സിറ്റി യൂസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നെ ആദ്യകാല റൈഡിന്റെ സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതിലെ പ്രൊട്ടക്ഷന്റെ അത്ര ലെവൽ അത്ര പോരാ എന്ന് മനസ്സിലായി. ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാളും വളരെ ബെറ്റർ ആണ് ഒരു ഗ്ലൗസ് ഇടുന്നത്. ഗ്ലൗസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് മൺസൂൺ സീസണിലൊക്കെ നമുക്ക് എന്നും റോട്ടിൽ സംഭവിക്കാം. അപ്പൊ ഗ്ലൗസ് ഇടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മെഷർമെന്റ് ചാർട്ട്, ഓരോ കമ്പനിക്ക് ഓരോ മെഷർമെന്റ് ചാർട്ട്സ് ഉണ്ട്. അതനുസരിച്ച് ദയവ് ചെയ്ത് എല്ലാവരും ഗ്ലൗസ് മേടിക്കുക. നമ്മളൊരു ഗ്ലൗസ് എടുക്കുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ സൈസ് മാറ്റേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. സൈസ് എടുക്കേണ്ടതാണ്. സൈസ് നോക്കി ആ സൈസ് ചാർട്ടിനനുസരിച്ചുള്ള സൈസേ എടുക്കാൻ പാടും. ഓൺലൈനിൽ എടുക്കുവാണെങ്കിൽ നേരിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ നമുക്ക് പല സൈസിലുള്ളത് ടൈറ്റ് ആവാൻ പാടില്ല, അത്രേ ഉള്ളൂ. ചെറിയ വേരിയേഷൻസ് ഒക്കെ കുഴപ്പമില്ല, പക്ഷെ ഓവർ ലൂസ് ആവാനും പാടില്ല. ഓവർ ലൂസ് ആയാൽ റൈഡിങ് എക്സ്പീരിയൻസ് ടെറിഫിക് ആയിരിക്കും. പിന്നെയുള്ള റൈഡിങ് ഗിയർ എന്ന് പറയുന്നത് റൈഡിങ് ബൂട്ട്സ് ആണ്. അത് ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ഞാൻ സ്ട്രെൽബ്രോന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും കംഫർട്ടബിൾ അല്ല. പിന്നെ ഭയങ്കര, അതായത് നമ്മളെ ഫുൾ റൈഡിങ് ഗിയേഴ്സിനേക്കാളും കോസ്റ്റ്ലി ആയിരിക്കാം നല്ല കംഫർട്ടബിൾ ആയ ഒരു റൈഡിങ് ബൂട്ട്. എനിക്ക് പിന്നെ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നോർമൽ ID എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബൂട്ട്സും പിന്നെ കുറച്ച് കയറി നിൽക്കുന്ന ആംഗിൾഡ് ആയ ബൂട്ട്സും പിന്നെ വുഡ്ലാൻഡിന്റെ ഷൂസൊക്കെയാണ് ഞാൻ റൈഡിന്റെ സമയത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ റൈഡിങ് ബൂട്ട്സിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല.
പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയത് ഇട്ടിട്ട് കംഫർട്ടബിൾ ആയത് ഇത് എന്താണ് ആൽപിൻ സ്റ്റാറിന്റെ ഒക്കെ ബൂട്ട്സിന്റെ റേറ്റ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 25,000 ആ റേഞ്ചിലും മുകളിലോട്ടാണ് പോകുന്നത് അന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ റൈഡിങ് ഗിയേഴ്സിനെ കുറിച്ച്. എൻ്റെ പരിമിതമായ നോളജിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്. ഞാനൊരു റൈഡിങ് ഗിയർ സെലക്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ പോലെ ഒരു വീഡിയോ ഒരുപാട് സെർച്ച് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഞാനൊരു ഡിസിഷനിലേക്ക് എത്തിയത്. അത് ബെസ്റ്റ് ആണെന്നൊന്നുമല്ല, എൻ്റെ റിക്വയർമെൻറ്റ്സിനുള്ളതും പിന്നെ സേഫ്റ്റി മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക അറിവുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ഞാൻ എന്താ പറയുക, വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.